entity corporate regulations and governance എന്ന question paper 2019 question paper നമ്മൾ solve ചെയ്യായിരുന്നു. We were solving the 2019 question paper and we reached till the third last section or D section of the question paper, and now we are considering the D section, and our question number 32 is, what are the advantages and limitations of a company? What are the advantages and limitations of a company? That is the question that we want to discuss right now. ഒരു കമ്പനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്, പ്രൊവൈഡിങ് ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ. അതിൻ്റെ ഉടമകൾക്ക് ബാധ്യത വന്നാൽ ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും വിറ്റ് പണയം വെച്ചൊന്നും കടം തീർക്കേണ്ട നിവൃത്തികെട്ട സാഹചര്യം ഒരിക്കലും വരുന്നില്ല എന്നത് കമ്പനിയെ വളരെ അഡ്വാൻറ്റേജസ് ആയ പൊസിഷനിൽ നിലനിർത്തുന്നു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. വെരി ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് എ കമ്പനി ഈസ് കൺസേൺഡ്. രണ്ടാമത്തെ പോയിന്റ് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, പരിമിതമായ ബാധ്യതയാണ് ഉള്ളൂ എന്നുള്ളതാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, നിയമത്തിന് മുമ്പിൽ കമ്പനി ഒരു ലീഗൽ പേഴ്സൺ ആണ്. കമ്പനി അതിൻ്റെ ഓണേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. കമ്പനിയുടെ ഓണേഴ്സിന്റെ പേഴ്സണലായ പ്രോബ്ലംസ് ഒന്നും തന്നെ കമ്പനിയെ ബാധിക്കുന്നില്ല. അവരുടെ ഡെത്ത്, ലുണാസി, ഇൻസോൾവൻസി, ഇതൊന്നും തന്നെയും കമ്പനിയുടെ എക്സിസ്റ്റൻസിനോ സർവൈവലിനെയോ ഫങ്ഷനിങ്ങിനെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. കമ്പനി ഒരു ലീഗലി സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഇത് കമ്പനിയുടെ ഒരു അഡ്വാൻറ്റേജസ് പൊസിഷൻ ആണ്. മൂന്നാമത്തേത് perpetual existence ആണ്. കമ്പനി continues to exist even if shareholders or directors change. കമ്പനിയുടെ പെർപ്പച്വൽ സക്സഷൻ, പെർപ്പച്വൽ എക്സിസ്റ്റൻസിൽ കമ്പനിക്ക് മരണമില്ല എന്ന കാര്യം. കമ്പനി വിൽ കണ്ടിന്യൂ ഫോർ എവർ irrespective of the death, lunacy, insolvency or any other problem of their directors or shareholders or anybody else. ആരുടെ പ്രശ്നം വന്നാലും കമ്പനിയുടെ നിലനിൽപ്പിന് അത് തടസ്സമല്ല. പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ആണ് കമ്പനിക്കുള്ളത്. And fourth point is transferability of shares. Shares can be easily transferred, allowing for flexibility in ownership. ഷെയറുകൾ ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. ഓണർഷിപ്പിന്റെ ഫ്ലെക്സിബിലിറ്റി വളരെ പ്രധാനമാണ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. എബിലിറ്റി ടു റേസ് ക്യാപിറ്റൽ. കമ്പനീസ് ക്യാൻ റേസ് ക്യാപിറ്റൽ ത്രൂ വേരിയസ് മീൻസ്. കമ്പനികൾക്ക് പല വഴികളിലൂടെ മൂലധനം സമാഹരിക്കാൻ കഴിയും. സച്ച് ആസ് ഇഷ്യൂയിങ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് കമ്പനിക്ക് മൂലധനം സമാഹരിക്കാം. വേണ്ട കടപ്പത്രങ്ങൾ വിറ്റഴിക്കാം, ഡിബഞ്ചറുകൾ അവ വിറ്റഴിച്ചുകൊണ്ട് കമ്പനിക്ക് മൂലധനം സമാഹരിക്കാം. സോ companies are in an advantageous position to raise capital through different means. So capital raise ചെയ്യാം. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംവിധാനമാണ്. അതിന് എത്രത്തോളം മൂലധനം വേണ്ടി വരും, എത്രത്തോളം ക്യാപിറ്റൽ വേണ്ടി വരും പറയാൻ സാധിക്കില്ല. അത് അതിന്റെ ബിസിനസിന്റെ വെഞ്ചർ, എത്ര വലിയ ബിസിനസ് വെഞ്ചറും ഏറ്റെടുക്കാൻ പറ്റിയ രീതിയിൽ കേപ്പബിൾ ആണ് കമ്പനി ഫോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും വലിയ ക്യാപിറ്റലിന്റെ ആവശ്യകതയും വന്നേക്കാം. സോ അതിനൊക്കെ വഴിയുണ്ട് കമ്പനിക്ക്. ഇത് കമ്പനിയുടെ ഒരു ബെനിഫിറ്റ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. ഇനി ടാക്സ് ബെനിഫിറ്റുകളെ കുറിച്ച് പറയാം. കമ്പനീസ് എൻജോയ് ടാക്സ് ബെനിഫിറ്റ്സ് സച്ച് ആസ് ഡിഡക്ഷൻസ് ഫോർ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. പലപ്പോഴും പല തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റുകൾ കമ്പനികൾക്ക് ലഭിക്കാറുണ്ട്. അവരുടെ ചെലവുകൾ കഴിച്ചിട്ടുള്ളതിന് മാത്രം ടാക്സ് അടച്ചാൽ മതി, അവരുടെ ലോസസിന് അവർ ടാക്സ് അടക്കണ്ട. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ടാക്സ് ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇതൊക്കെ ബെനിഫിറ്റ് സൈഡ് പറയുമ്പോഴാണ് പ്രൊഫഷണൽ മാനേജ്മെന്റ് എപ്പോഴും ഒരു കമ്പനിക്ക് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽ മാനേജറെ നമുക്ക് ഹയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ചെറിയ സോൾ പ്രൊപ്പറേറ്ററിന് അത് പോസിബിൾ അല്ല, പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിന് പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ ഒരു ഇന്റർനാഷണലി ഫെയിം ഉള്ള ഒരു പ്രൊഫഷണൽ എക്സ്പേർട്ടിനെ പോലും ഹയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു കമ്പനിക്കുണ്ട്. കാരണം കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ബിസിനസ് ആണ്. തീർച്ചയായിട്ടും ഒരു അത്തരത്തിലുള്ള ഒരു ഹൈ പെയ്ഡ് ഓഫീസറെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ അതിനും വേണ്ട ആക്ടിവിറ്റി അവിടെ ഉണ്ട് എന്നതുകൊണ്ട് ഇതൊക്കെ കമ്പനിയുടെ ബെനിഫിറ്റ്സ് ആണ്, ബെനിഫിഷ്യൽ പൊസിഷൻസ് ആണ് പറയാം. ഇനി നമുക്ക് നമ്മുടെ ചോദ്യം എങ്ങനെയാണ്, വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോ. സോ ബെനിഫിറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, ലിമിറ്റേഷൻസ് കൂടി പറയണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കമ്പനിക്ക് ചില പരിമിതികളുണ്ട്. കമ്പനീസ് ഓൾസോ ഡു പൊസസ് സം ലിമിറ്റേഷൻസ് or some demerits, complexity and formalities. ഒരുപാട് കോംപ്ലക്സിറ്റി ഉണ്ട്. കമ്പനി തുടങ്ങണമെങ്കിലും
കമ്പനി നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരുപാട് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്, ഒരുപാട് കടലാസുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് റെഗുലേഷൻസ് പാലിക്കേണ്ടതുണ്ട്. ഫോർമാലിറ്റീസിലൂടെ മാത്രമേ കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾ മാത്രം തുടങ്ങുന്ന ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് പോലെ അല്ല. ഹൈ ഫോർമേഷൻ കോസ്റ്റ് കമ്പനിക്കുണ്ട്. സെറ്റിംഗ് അപ്പ് കമ്പനി ക്യാൻ ബി എക്സ്പെൻസീവ്. ഒരു കമ്പനിയെ സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ചിലവുള്ള കാര്യമാണ്. അതിന് ഒരു രജിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടി വരും, ലീഗൽ എക്സ്പെൻസസ് പേറേണ്ടി വരും, മറ്റേ അതർ ലൈസൻസ് ഫീസുകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നല്ല ഹൈ കോസ്റ്റ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഡബിൾ ടാക്സേഷൻ. കമ്പനീസ് ആർ ടാക്സ്ഡ് ഓൺ പ്രോഫിറ്റ്സ്. കമ്പനികൾക്ക് ലാഭം കിട്ടുന്നതിന്റെ ഏതാണ്ട് പകുതിയോളം തന്നെ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുമാത്രമാണോ? അല്ല. ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ആർ ടാക്സ്ഡ് അഗെയിൻ ഓൺ ഡിവിഡൻസ് റിസീവ്ഡ്. ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് കിട്ടിയ ഡിവിഡൻഡ് എന്താണോ ആ ഡിവിഡൻഡ് മേൽ പിന്നെയും ടാക്സ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ പിന്നെയും ഉണ്ട് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഒരിക്കൽ ടാക്സ് കൊടുത്ത കമ്പനിയാണ്, പക്ഷെ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലേക്ക് അത് ഡിവിഡൻഡ് രൂപത്തിൽ ലാഭവിഹിതം എത്തുമ്പോൾ ആ ലാഭവിഹിതത്തിന് വീണ്ടും അവരുടെ വരുമാനം എന്ന നിലയിൽ ഇൻകം ടാക്സ് പിടിക്കുന്നുണ്ട്. സോ ലിമിറ്റഡ് കൺട്രോൾ ആണ്. ഷെയർ ഹോൾഡേഴ്സ് മേ ഹാവ് ലിമിറ്റഡ് കൺട്രോൾ ഓവർ കമ്പനി ഓപ്പറേഷൻസ്. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഓഹരി ഉടമകൾക്ക് വലിയ കൺട്രോൾ ഒന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം കമ്പനിക്ക് ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം. ഈ ലക്ഷക്കണക്കിന് ആളുകൾക്കും പോയിട്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡയറക്ടർ ബോർഡിലെ മെമ്പേഴ്സിന് മാത്രമാണ് അതിന്റെ ഡേ ടു ഡേ മാനേജ്മെന്റ് അഫയേഴ്സും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ആസ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി റെസ്റ്റ് വിത്ത് ഡയറക്ടേഴ്സ്. കാരണം ഷെയർ ഹോൾഡേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എപ്പോഴും ഡയറക്ടേഴ്സിന്റെ കൈവശം നിക്ഷിപ്തമായിരിക്കുകയാണ്, അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. റിസ്ക് ഓഫ് കോൺഫ്ലിക്ട്സ് മേ അറൈസ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ് ഇവർക്കിടയിൽ കോൺഫ്ലിക്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പൊട്ടൻഷ്യലി ഹാമിംഗ് ദ കമ്പനി. ഇത് കമ്പനിയെ ദോഷകരമായി ബാധിച്ചേക്കാം എന്നാണ് പറയുന്നത്. ഇത് കമ്പനിയെ ദോഷകരമായി ബാധിച്ചേക്കാം. പബ്ലിക് ഡിസ്ക്ലോഷർ ആണ്. കമ്പനീസ് ആർ റിക്വയർഡ് ടു ഡിസ്ക്ലോസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് അതർ സെൻസിറ്റീവ് ഡാറ്റ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, മറ്റ് സെൻസിറ്റീവ് ഡാറ്റ ഒക്കെ വെളിപ്പെടുത്താനായിട്ട് കമ്പനികൾ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നും കവർ ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം ഒരു ഓപ്പൺ എൻറ്റിറ്റി ആയിട്ടാണ് കമ്പനിക്ക് ട്രാൻസ്പാരൻസി നിലനിർത്തിക്കൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. സോ പൊട്ടൻഷ്യലി കോംപ്രമൈസിങ് കോൺഫിഡൻഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെ അതിന്റെ രഹസ്യ സ്വഭാവം തീർച്ചയായിട്ടും കുറെയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ കോമ്പറ്റീറ്റേഴ്സിന് അത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആകും. ഈ കമ്പനിയുടെ ഈ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പബ്ലിക് ഡൊമൈനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് റീച്ചബിൾ ആണ്, അവൈലബിൾ ആണ്. സോ അതിന്റെ കോമ്പറ്റീറ്റേഴ്സിന് അത് തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായിട്ടും അത് കമ്പനി കുറച്ചൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ കോൺഫിഡൻഷ്യാലിറ്റി എന്ന പോയിന്റിൽ കുറച്ച് കോംപ്രമൈസ് ഇല്ലാതെ കമ്പനി ഫോമിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് അതിന്റെ ഒരു ലിമിറ്റേഷൻ തന്നെയാണ്, ഡിമെറിറ്റ് തന്നെയാണ്. ഇനി റെഗുലേറ്ററി കംപ്ലയൻസ് ആണ്. നിയമങ്ങളെ പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. കമ്പനീസ് മസ്റ്റ് കംപ്ലൈ വിത്ത് വേരിയസ് റെഗുലേഷൻസ്. പലതരത്തിലുള്ള റെഗുലേഷൻസ് പാലിക്കണം. വിച്ച് ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. ഇത് ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ്ലി ആണ്. കാരണം നിയമങ്ങൾ, കടലാസുകൾ ഒക്കെ ചെയ്തിട്ട് മാത്രമേ ഓരോ കാര്യവും മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഫാസ്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴായിരിക്കും അതിന് കടലാസ് സബ്മിറ്റ് ചെയ്യണം, അതിന് വെയിറ്റ് ചെയ്യണം, അവിടെ നിന്ന് പെർമിഷൻ മേടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും ഇത് അതിവേഗത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റിയെ പലപ്പോഴും ഹിൻഡർ ചെയ്യുന്ന കാര്യം തന്നെയാണ്. 8th പോയിന്റ്, വൈൻഡിങ് അപ്പ് ഫോർമാലിറ്റീസ് ആണ്. കമ്പനി ഒന്ന് പിരിച്ചുവിടാം എന്ന് വിചാരിച്ചാൽ പോലും അതിനും ചില ഫോർമാലിറ്റീസ് ഉണ്ട്. കമ്പനീസ് മസ്റ്റ് ഫോളോ ഫോർമൽ പ്രൊസീജിയർ ഫോർ വൈൻഡിങ് അപ്പ് ഓർ ഡിസൊല്യൂഷൻ. നിയമപരമായ പിരിച്ചുവിടൽ എന്ന് പറയുന്നത് ആ പ്രോസസ്സിന് അതിൻ്റെതായ ഘട്ടങ്ങളുണ്ട്, അതിൻ്റെതായ നടപടിക്രമങ്ങൾ അഥവാ പ്രൊസീജിയറുകളുണ്ട്. വിച്ച് ക്യാൻ ബി കോംപ്ലക്സ് ആൻഡ് ടൈം കൺസ്യൂമിങ്. അത് വളരെ സങ്കീർണമാണ്, പലപ്പോഴും കൂടുതൽ സമയമെടുക്കുന്നതുമാണ്. ദീസ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഹൈലൈറ്റ് the importance of carefully considering the company structure and its implications for business operations and growth. ഈ ഗുണങ്ങളും ദോഷങ്ങളും ഉയർത്തി കാണിക്കുന്നത് എന്താണ്, ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, എന്തിന്റെ പ്രാധാന്യമാണ് നമ്മളോട് പറയുക? ശ്രദ്ധാപൂർവം വേണം കമ്പനി സ്ട്രക്ചർ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ. കാരണം ഇങ്ങനെയുള്ള ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണങ്ങൾ മാത്രമല്ല, കുറച്ച് ദോഷങ്ങളുമുണ്ട്. ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഫോർ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഗ്രോത്ത്. അത് ബിസിനസിന്റെ പ്രവർത്തനത്തിന് എത്രമാത്രം ഗുണകരമാണ്, ബിസിനസിന്റെ ഗ്രോത്തിന് എത്രമാത്രം ഗുണകരമാണ് എന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അവബോധം, സൂചനകൾ നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇതാണ് ഈ എസ്സേ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയുക.